സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി ചോദിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ ചേട്ടന്മാരും മാമനൊക്കെ പോകുന്നുണ്ട്. ആര്യം തടഞ്ഞിട്ടും ഗോമതി പോവാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരും ചോദിക്കേണ്ട, ഞാൻ ചോദിച്ചോളാം, എനിക്കിന്നത് ചോദിക്കാനുള്ള അവകാശം, അതുകൊണ്ട് നിങ്ങൾ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇവിടെ ആരും ഇല്ലേടാന്നൊക്കെ ചോദിച്ച് ഇറങ്ങി വേടാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. മര്യാദയ്ക്ക് നീ ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നു ഗോമതി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ആലോചിച്ച് ചോദിക്കും. നിന്നോട് എന്ത് തെറ്റണ്ട എൻ്റെ മോൻ ചെയ്തത്? നീ എന്തിനാണ്ട എൻ്റെ മോനെ ആളെ വിട്ട് തെളിച്ചത്? നാണം ഉണ്ടടാ? അന്തസ്സ് ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കേണ്ടതല്ല. എന്ത് നിനക്കറിയാം അവൻ്റെ ഒറ്റയ്ക്ക് തല്ലാൻ നിനക്ക് പറ്റില്ലെന്ന്. എൻ്റെ മോനാണെങ്കിൽ അങ്ങനെയല്ലടാ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ രാജശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. രാജശ്രീ പറയണ്ട, അത് നന്നായി, ഞങ്ങളുടെ സ്വർണം മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്ത് നിങ്ങളുടെ മോനെ കൊണ്ട് ഞങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടും പോയി, നിങ്ങളുടെ മോൻ തട്ടിക്കൊണ്ടും പോയി, എന്നിട്ട് പിന്നെ എന്ത് തെറ്റ് ചെയ്തേന്ന്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ലേന്ന് ചോദിക്കും. അതെ, കല്യാണം എന്ന് പറഞ്ഞത് ഒരാണും പെണ്ണും കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഒരാൾ മാത്രം തീരുമാനിച്ചിട്ടുള്ള കല്യാണമല്ല. നിങ്ങൾക്കറിയോ, ആര്യൻ്റെ ഒപ്പം തന്നെ മിത്രയ്ക്കും സമ്മതം ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ആ കല്യാണം നടന്നത്. എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കാത്തതെന്നൊക്കെ ചോദിച്ച് ഗോമതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. തുള്ളൊരു ഗോമതി. അപ്പൊ ഗോമതി അമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഗോമതി നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ ആര്യനെ നിങ്ങളുടെ മോൻ തല്ലി, ഗുണ്ടകളെ വിട്ട് തല്ലിച്ചേക്കണ്. അവനാണല്ലാത്തോണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അവന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കല്ലല്ലോ അടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് പിന്നെ ആകാശും അതുപോലെ തന്നെ ആനന്ദും വരുന്നുണ്ട്. ചോദിക്കാനും തല്ലാനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട, എനിക്കറിയാം ചോദിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ഗോമതി ഒരുപാട് ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണമംഗലത്താർ വലിയ മാന്യന്മാരാണ്, അങ്ങനെ ഇനി നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ട് പോയതല്ല, അത് നിങ്ങളുടെ മോളോട് ചോദിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് ബാലൻ വരുന്നുണ്ട്. ബാലൻ വരുമ്പോൾ ഇവിടെ ആൾക്കൂട്ടൊക്കെ കാണുമ്പോൾ ബാലൻ ചോദിക്കും, എന്താ ഗോമതി എന്ന് ചോദിക്കും. അപ്പം ബാലൻ്റെ അടുത്ത് ഈ ഗോമതി ചെന്നിട്ട് പറയും, ബാലേട്ടാ നമ്മുടെ ആര്യനെ ഈ അലോക ആളെ വിട്ട് തല്ലിച്ചു എന്ന് പറയും. അപ്പം ബാലൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രകടനവും ദേഷ്യവും തല്ലൊക്കെ പ്രതീക്ഷിച്ച് കൃഷ്ണമംഗലത്താർ ഇങ്ങനെ നിൽക്കായിരിക്കും. ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ബാലൻ അകത്തേക്ക് പോകും. മാത്രമല്ല അവിടെ ചെന്ന് മിണ്ടാണ്ട് ആര്യനൊന്ന് നോക്കും, അതിനുശേഷം അവിടെ ഇരിക്കും. പിന്നീട് ഗോമതിയും അതുപോലെ തന്നെ ആനന്ദും എല്ലാവരും ബാല് പോയപ്പോൾ ഓരോരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമംഗലത്താർ പറയുന്നുണ്ട്, ഗോമതിയൊക്കെ പോയില്ലേ, ഇനി എന്തിനും ഇവിടെ നിൽക്കണ, വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും പോകും. ബാലേട്ടൻ എന്താ ആര്യൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടൊന്നും ചോദിക്കാത്തത്? ഒന്ന് തലോട് പോലും ചെയ്യില്ല. തലോടണ്ട, എന്തെങ്കിലും എന്താ സംഭവിച്ചത് പോലും ചോദിക്കേണ്ട, എന്തൊന്നും മിണ്ടാണ്ട് നിൽക്കണ ബാലേട്ടനൊരു അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കും. അച്ഛനോ ഞാനോ? ആര് പറഞ്ഞു ഗോമതി ഈ അസംബന്ധം എന്ന് പറയുമ്പോൾ ഗോമതി ഇങ്ങനെ ഞെട്ടണ്. പറയുന്നത് അച്ഛനെന്ന് നീ പറഞ്ഞോണ്ടായില്ല, അത് മക്കളും കൂടി തീരുമാനിക്കണം. മക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അച്ഛനിൽ നിന്ന് എന്താ നേടേണ്ടതെന്ന്. അതിനപ്പുറം നമുക്ക് അവരുടെ മുന്നിൽ ഒന്നും ചോദിക്കാനൊന്നും അവകാശമില്ല ഗോമതി. നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്യന്മാരാവും, നമ്മൾ അന്യരല്ലേ. അപ്പം അന്യർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയും. അതിനുശേഷം ബാലൻ നമ്മുടെ ആകാശിനോടും ധർമ്മനോടും ചോദിക്കുന്ന, ആകാശേ ധർമ്മ കടയിൽ രാമേട്ടൻ തനിച്ചുള്ളൂ, എത്രയും പെട്ടെന്ന് കടയിലേക്ക് പോകുമെന്ന് പറയും. അത് ശരി, ആനന്ദിനോട് ജോലി സ്ഥലത്ത് നിന്ന് വന്നതല്ലേ, നീ അങ്ങോട്ടും പോകാൻ പറയും. അത് ശരി, ആര്യൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടും ബാലണ്ണപ്പോൾ ഒരു വിഷമില്ല എന്നല്ലേ പറയുന്നതെന്നൊക്കെ ചോദിക്കും. കോമതി, നീ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ആര്യൻ്റെ അവസ്ഥ ഞാൻ കണ്ടു എന്ന് വെച്ചിട്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞതല്ലേ. അച്ഛന്മാർക്കൊരു പരിധിയുണ്ട്, പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരോട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ ആനന്ദും ആകാശം ചെന്ന് പറയടാ, ഞങ്ങൾ ചോദിച്ചോണ്ടരാ ആലോകിനുള്ളത് ഞങ്ങൾ കൊടുത്തോണ്ടെന്ന് പറയുമ്പോൾ ആര്യൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പറയും, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിന് പിന്നിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തായാലും നടക്കാനുള്ളത് സംഭവിച്ചില്ലേ, ഇനി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാൻ പറയും. അങ്ങനെ അവരെല്ലാവരും പോകും. ബാലനകത്തേക്കും പോകും. ബാലൻ പോകണാണുമ്പോൾ ഗോമതി ആര്യൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, കല്യാണത്തിൽ അച്ഛന് വല്ലാത്ത വിഷമമുണ്ട് മോനെ, അതെന്ന് പറയും. അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കൃഷ്ണമംഗലത്താർ എന്നോട് ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അവരുടെ മോളെ തട്ടിക്കൊണ്ടുപോയി, അവരുടെ 100 പവനോളം സ്വർണം ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ച്, അപ്പം പിന്നെ അവരെന്നെ ഇങ്ങനെയെങ്കിലും ചെയ്യില്ലേ? അലോക എന്നെ ഇങ്ങനെ ചെയ്തതിൽ എനിക്കൊരു വിഷമമില്ല അമ്മേ, ഇതെനിക്ക് കിട്ടേണ്ടതല്ലേ, ഞാനിത് അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ ഞാൻ കാരണല്ലേ എന്ന് ചോദിക്കും. അതൊന്നും സാരില്ല അമ്മ, ആവശ്യമില്ലാണ്ട് അമ്മ എന്തായാലും എനിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് അവരോട് അത്രയും സംസാരിച്ചില്ലേ, അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആര്യൻ വിഷമം പറയുന്നു. പിന്നെ കാണിക്കുന്നത് മിത്രനെ കാണിക്കുന്ന മീനാക്ഷി നടന്നു വരുമ്പോൾ മിത്ര പിന്നാലെ വന്ന് വിളിക്കുന്ന, ആ മീനാക്ഷി ചേച്ചി എന്ന് പറയുമ്പോൾ, നീയാണ് ഇങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കുമ്പോൾ പോയിട്ട് എന്താ രണ്ടും രണ്ട് വഴിക്കായോ എന്നൊക്കെ ചോദിച്ച്
അതിന് രണ്ട് ബൈക്കുമ്പോൾ പോയത് ചേച്ചിയുടെ കൺമുന്നിൽ വെച്ചല്ലേ, വഴിയിൽ വെച്ച് എന്നെ ഇറങ്ങേണ്ടി വന്ന്. ഇറങ്ങിയെന്നോ, നീ എന്തിനാ ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇറങ്ങാൻ പറഞ്ഞ്, തള്ളി ഇറക്കണേക്കാൾ മുന്നേ ഞാൻ ഇറങ്ങണതല്ലേ ചേച്ചി നല്ലതെന്നൊക്കെ പറയും. ഒന്നാലോചിക്കുമ്പോൾ എനിക്ക് ദേവമംഗലത്ത് എന്ത് റോളാണ് ചേച്ചി ഉള്ളത് എന്ന് ചോദിക്കും. എന്താ മോളെ നീ അങ്ങനെ പറയണേന്ന് ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വല്ല ഭക്ഷണം കഴിക്കുക. ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ കൂടെ ഞാൻ ജീവിക്കല്ലേ. എനിക്ക് തോന്നണില്ല ഒരിക്കലും ആര്യൻ എന്നെ അംഗീകരിക്കുന്നു. അതേപോലെയാണ് ആര്യൻ്റെ സംസാരം നടന്നപ്പോൾ അതൊക്കെ ശരിയാവും. നിങ്ങളാരാ ഒന്നിപ്പിച്ചത്? സാക്ഷാൽ ഭഗവാനാണ്. ഇല്ല ചേച്ചി, ആ ഭഗവാൻ എന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയാവില്ല എന്നൊക്കെ. ഇത് അല്ലെങ്കിൽ തന്നെ ആര്യനോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള അർഹതയുണ്ട്. മറ്റൊരുത്തൻ്റെ കൂടെ പോയവളല്ലേ ഞാൻ. എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിയത് എന്നെ ഭാഗ്യമായിട്ട് കണക്കാക്കിയാൽ മതി. മുറിയിൽ കട്ടിലിനടിയിൽ പായിടാനുള്ള ഒരു അവസരം തന്നെ തന്നത് ഭാഗ്യം എന്ന് കണക്കാക്കിയാൽ മതി ചേച്ചി. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കും ചേച്ചി, എല്ലാം അവസാനിപ്പിച്ച് വല്ല ആശ്രമത്തിൽ അങ്ങനെ പോയി ജീവിച്ചാലോ. പക്ഷേ ഈ താലി അതിനും തടസ്സമാവണ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മിത്ര പൊട്ടിക്കരയിന് ചെയ്യണം. മിത്ര കരയും കണ്ടപ്പോൾ മീനാക്ഷിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, ഈ മോളെ നീ ഇങ്ങനെ കരയല്ലേ, ഇന്നലെ നാളെ ശരിയാവും, എന്തായാലും 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ആര്യൻ്റെ മനസ്സിലും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ച് വിവാഹമൊന്നുമല്ലല്ലോ. അപ്പം നിങ്ങളത് അതിനനുസരിച്ച് കാണണം. ഈ ബന്ധത്തെ ഒരു സാവകാശമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി മിത്രനെ പരമാവധി ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കൃഷ്ണമംഗലത്താരെയാണ് കാണിക്കുന്നത്. കൃഷ്ണമംഗലത്ത് നമ്മുടെ വല്യച്ഛൻ അലോകിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അത് ചെറിയച്ഛന് വിഷമമുണ്ട്. ചെറിയച്ഛൻ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ കാര്യമാക്കുന്നില്ല. നിന്നോട് പറഞ്ഞതല്ലേടാ, നീ എന്തിനാട്ടാ അവനെ തല്ലാൻ പോയത്? അവൻ പിന്നെ നമ്മുടെ മിത്രനെ തട്ടിക്കൊണ്ട് പോയില്ലേന്ന് ചോദിക്കും. മിത്രനെ തട്ടിക്കൊണ്ടുപോയി. മിത്ര നമ്മുടെ ആരണ്ടാ? നമ്മുടെ ആരും അല്ലാന്ന് നിനക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല അവളായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ നന്ദിതര നെഞ്ചിങ്ങനെ പെടക്കിന് വിഷമം കൊണ്ട് അവളായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിച്ചു. പിന്നെ അവൾ ആരെ കൂടെ പോയാൽ നമുക്ക് എന്താ അവരുടെ പോയി നമുക്ക് തല്ലേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ള കാര്യം മതി എന്ന് പറയും. ആ സമയത്ത് അമ്മയും പറയുന്നുണ്ട്, മോനെ നീ ആര്യനെ തല്ലിയത് ശരിയായില്ല എന്ന് അച്ഛമ്മ പറയുമ്പോൾ അമ്മ ഇതിലിടപെടണ്ടെന്ന് അച്യുതം പറയും. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അല്ല എന്നാ പോട്ടെ, മിത്രനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമ്മുടെ സ്വർണ്ണമെങ്കിലും പേടിക്കണ്ടേന്ന് പറയും. എടാ ഞാൻ പറഞ്ഞില്ലേ സ്വർണത്തിന്റെ കാര്യം നിയമപരമായി മുന്നോട്ട് പോകാന്ന്. നിയമപരമായി മുന്നോട്ട് പോയാലും സ്വർണം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞേന്ന് അലോക് പറയും. അത് ശരി, നീ അപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നുണ്ടല്ലേ എന്ന് പറയും. ഇതൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇനി ഞങ്ങളറിയാണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മിത്രനെ പുറന്തള്ളിയ പോലെ ആ സ്വർണവും ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കുമെന്ന് പറയും. അതേ മോനെ, ആ സ്വർണം നമുക്ക് വേണ്ട, അത് അവരെടുത്തോട്ടെ എന്ന് അച്ഛമ്മ പറയുമ്പോൾ അമ്മനോട് പറഞ്ഞത് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞ് അച്യുതൻ ദേഷ്യപ്പെടും. എന്തായാലും വെല്ലിച്ചൻ്റെ നല്ലൊരു അടി കിട്ടിയതിന് ശേഷം വെല്ലിച്ചൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നത്, ഇനി ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവരുതെന്ന് പറയും. അപ്പം അച്യുതൻ പറയും, അമ്മയ്ക്ക് ആ ഗോമതിനോട് ഇത്തിരി സ്നേഹമൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അമ്മനെയും കുറ്റപ്പെടുത്തും. അങ്ങനെ ചേട്ടൻ പോയതിൻ്റെ പിന്നാലെ തന്നെ അനിയനും പോകുന്നുണ്ട്. ഞാൻ അലോക് സാരില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മിത്രനെയും മീനാക്ഷിനെയാണ് കാണിക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ആര്യൻ്റെ അവസ്ഥ കണ്ടിട്ട് അനുശ്രീക്ക് വല്ലാത്ത വിഷമമുണ്ട്. അനുശ്രീ പറയുന്നുണ്ട്, എന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് എന്താ ഏട്ടൻ തിരിച്ചു തല്ലാഞ്ഞ? അതൊന്നും സാരില്ലടി, അതിപ്പോൾ കഴിഞ്ഞു പോയില്ലേ, എനിക്ക് അത്രയ്ക്ക് വേദന ഒന്നുമില്ല എന്ന് പറയും. ആ സമയത്തിന് മിത്രയും അതുപോലെ തന്നെ മീനാക്ഷി കയറി വരുന്നത്. രണ്ടുപേരും മീനാക്ഷിക്ക് പെട്ടെന്ന് തന്നെ ആര്യൻ്റെ നെറ്റി പൊട്ടിയിരിക്കുന്നുണ്ടപ്പോൾ മീനാക്ഷിക്ക് സങ്കടം വന്ന് മീനാക്ഷി ഓടി വരുന്നുണ്ട്. മിത്രനേക്കാൾ മുന്നേ മീനാക്ഷി ബാഞ്ഞത്തിന് എന്താ പറ്റിയ ആര്യ, നിനക്ക് ആക്സിഡൻറ്റ് വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിക്കും. ഇല്ല ഇടത്തിന്ന് പറയും. എന്താ പറ്റിയെന്ന് പറയാൻ ആനന്ദേട്ടാന്ന് ചോദിച്ചാൽ ആനന്ദിൻ്റെ അടുത്തേക്ക് മീനാക്ഷി ഓടിച്ചെല്ലും. ഇത്രയും ഓടിച്ചെല്ലുന്നുണ്ട്. മിത്രയ്ക്കും വല്ലാത്തൊരു വിഷമാവുന്നുണ്ട് ആര്യനെ കാണുമ്പോൾ. അത് ഒന്നുമില്ല, മിത്രയുടെ അലോക് ആളെ വിട്ടുങ്ങായിട്ട് തല്ലിച്ചു എന്ന് പറയും ആര്യനെ. തല്ലിന്നോ ആര്യനെ? എന്നാ ഞാൻ ഇപ്പം തന്നെ ചോദിക്കാൻ പോകുന്നത്. മീനാക്ഷി പോകുമ്പോൾ മിത്ര പറയുന്നുണ്ട്, ചേച്ചി നിൽക്ക് ഞാനും ഉണ്ട്, ഇത് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട. ആര്യൻ എഴുന്നേറ്റ് പറയും, വേണ്ട, രണ്ടുപേരും ചോദിക്കാൻ പോണ്ട, അമ്മ ചോദിച്ചിട്ടുണ്ട്, മാത്രമല്ല അമ്മ അമ്പലത്തിൽ പോയേക്കണ്, അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് അമ്മ താക്കീതും ചെയ്തിട്ടുണ്ടെന്ന് ആനന്ദ് പറയും. അപ്പം അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ആര്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വിഷമത്തോടെ മിത്ര നോക്കുന്നുണ്ട്. മിത്രയ്ക്ക് അപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് മിത്രയ്ക്ക് ആര്യനോടൊരു പ്രണയം അതുപോലെ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ മിത്ര ഇങ്ങനെ ആര്യൻ്റെ അടുത്തേക്ക് തൊടാനുള്ളൊരു ആഗ്രഹത്തോടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏട്ടാന്ന് ചോദിക്കും. പറയും, ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മോളെ, നീ പേടിക്കൊന്നും വേണ്ട, അത്ര വലിയ മുറിവൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ മിത്ര വിഷമത്തോടെ ഇങ്ങനെ ആര്യനെ നോക്കി ആര്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ആര്യനാണെങ്കിലും മിത്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.